നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മിൽമ പ്ലാന്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്കാണ്. എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഇതുവരെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മപ്പെടുത്തലായിട്ടും ഇതുവരെ ഈ പറയുന്ന സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ റിവിഷൻ ആയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ കാണാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ആ ചോദ്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് വരികയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ആദ്യം തന്നെ ഈ ഒരു സിലബസ് എന്താണ് എന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് അസിസ്റ്റന്റിന്റെ എക്സാമിന് പാർട്ട് എ കോർ സബ്ജക്റ്റ് ആയിട്ട് 75% ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഈ പറയുന്ന പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു ഡയറി സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പാലും പാലുൽപ്പന്നങ്ങളും അതിന്റെ അടിസ്ഥാന അറിവുകൾ, അതുപോലെ തന്നെ പാൽ സംസ്കരിക്കുന്നതുമായിട്ടുള്ള വിവിധ രീതികൾ, അതുപോലെ തന്നെ പാലിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ, അതുപോലെ തന്നെ പാൽ സാമ്പിളിംഗ് രീതികളെ പറ്റി നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ പറ്റി നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രവർത്തനങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ ക്ലീനിങ് കെമിക്കൽസുകളെ പറ്റിയും, പാലിലെ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ പൊതുവായ വ്യക്തി ശുചിത്വ രീതികളെ പറ്റിയുമാണ് നമുക്ക് അവിടെ പാർട്ട് എയിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പാർട്ട് ബി നോക്കുമ്പോൾ അതിനകത്ത് അലൈഡ് സബ്ജക്ട് 25% ചോദ്യങ്ങൾ വരുന്നതാണ്. മിൽമയെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകളും, അതുപോലെ തന്നെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ചരിത്രങ്ങളും, അതുപോലെ തന്നെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ദർശന ദൗത്യ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധവും, അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പങ്കും, അതുപോലെ തന്നെ എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിവുകളും, അടിസ്ഥാന ഗണിതം, അടിസ്ഥാന ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മേലധികാരികൾക്ക് മലയാളത്തിൽ കത്തെഴുതാനുള്ള കഴിവ്, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന അടിസ്ഥാന ഗണിതം, അടിസ്ഥാന ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സിലബസ് മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എക്സാമും മലയാളത്തിൽ തന്നെയായിരിക്കും വരാൻ സാധ്യത ആണ്. മലയാളത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അത് സിമ്പിൾ ആവത്തുള്ളൂ. നമുക്ക് നോക്കാം, ഓരോന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ പാലിലെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. പാലിൽ കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇനി എഴുതിക്കോണം, ബ്യൂട്ടിറോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, വളരെ പ്രധാനപ്പെട്ട ആൻസർ ആണ് ബ്യൂട്ടിറോമീറ്റർ. പാലിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റിനെ അഥവാ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്യൂട്ടിറോമീറ്റർ ആണ്. നോക്കാം, ബ്യൂട്ടിറോമീറ്റർ നമ്മൾ പറഞ്ഞു പാലിലെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്യൂട്ടിറോമീറ്റർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പാലിന്റെ കൊഴുപ്പിന്റെ ശതമാനം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരിശോധന, ഒരു ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഗർബർ ടെസ്റ്റ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടാണ്, ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. പാലിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗർബർ ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിനാണ് ഇത്തരത്തിലുള്ള ബ്യൂട്ടിറോമീറ്റർ ഉപയോഗിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, പാലിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ബ്യൂട്ടിറോമീറ്ററും, ഇത്തരത്തിൽ പാലിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഈ പരിശോധന രീതിയെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗർബർ ടെസ്റ്റുമാണ്. അതുപോലെ തന്നെ ലാക്ടോമീറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. പാലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ. പാലിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും പാലിന്റെ ശുദ്ധി അഥവാ പ്യൂരിറ്റി അറിയാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഉപകരണമാണ് എന്നു പറയുന്നത് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ലാക്ടോമീറ്ററുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പാലിന്റെ സാന്ദ്രത അളക്കുന്ന അല്ലെങ്കിൽ ഡെൻസിറ്റി അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടോമീറ്റർ ആണ്. അതുപോലെ തന്നെ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടോമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ പാലിന്റെ ശുദ്ധി അഥവാ പ്യൂരിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ലാക്ടോമീറ്റർ തന്നെയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? പാലിൽ കൊഴുപ്പ് അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്യൂട്ടിറോമീറ്റർ ആണ്. അടുത്തത് ഹൈഡ്രോമീറ്റർ. എന്താണ് ഹൈഡ്രോമീറ്റർ?
ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോമീറ്റർ ആണ്. ഓക്കെ. അതുപോലെ തന്നെ തെർമോമീറ്റർ എന്താണെന്ന് വെച്ചാൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ തെർമോമീറ്റർ ആണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പാലിലെ ജലാംശം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലിൽ ജലാംശം ഉണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ് ലാക്ടോമീറ്റർ ആണ്. ഓക്കെ ആണ്. പാലിൽ ജലാംശം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടോമീറ്റർ ആണ്. പാല് തൈരായി മാറാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. പാല് തൈരായി മാറാൻ സഹായിക്കുന്ന എൻസൈം എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ റെനിൻ ആണ്. പഠിച്ചു വെച്ചോണേ. പാല് തൈരായി മാറാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ റെനിൻ ആണ്. നമുക്ക് നോക്കാം. കുട്ടികളുടെ വയറ്റിൽ പാൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ഈ പറയുന്ന റെനിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വയറ്റിൽ പാൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ റെനിൻ ആണ്. അതുപോലെ തന്നെ ആമാശയത്തിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാലിന്റെ pH മൂല്യം ഏകദേശം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലിന്റെ pH മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ 6.4 മുതൽ 6.8 വരെയാണ് pH മൂല്യം. പാലിന്റെ pH മൂല്യം 6.4 മുതൽ 6.8 വരെയാണ്. ഈ pH മൂല്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. നമുക്കറിയാം pH വാല്യൂ 7ൽ താഴെയാണെങ്കിൽ അത് അസിഡിക് ആയിരിക്കും, 7ൽ മുകളിലാണെങ്കിൽ അത് ആൽക്കലി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 6.4 മുതൽ 6.8 ആയതുകൊണ്ട് തന്നെ പാലിന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ അസിഡിക് നേച്ചർ ആണ്. ഓക്കെ. നമുക്ക് നോക്കാം. 6.4 മുതൽ 6.8 വരെയാണ് ഈ പറയുന്ന പാലിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. പാല് നേരിയ തോതിൽ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. പാല് നേരിയ തോതിൽ എന്താണ് അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം 6.4 മുതൽ 6.8 വരെയാണ് അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. ശുദ്ധമായ പാലിന്റെ pH മൂല്യം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ശുദ്ധമായ പാലിന്റെ pH മൂല്യം എത്രയാണെന്ന് വെച്ചാൽ 6.5 മുതൽ 6.7 വരെയാണ്. ഓക്കെ ആണല്ലോ. 6.5 മുതൽ 6.7 വരെയാണ് ശുദ്ധമായ പാലിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽസ്യവും ഫോസ്ഫറസുമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പാലിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽസ്യവും ഫോസ്ഫറസുമാണ്. അതുപോലെ തന്നെ പാലിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് വെച്ചാൽ ഇരുമ്പാണ്. വളരെ കുറഞ്ഞ അളവിൽ, സാധാരണ ഇല്ല എന്ന് തന്നെ പറയാം. പാലിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഈ പറയുന്ന മൂലകം ഏതാണെന്ന് വെച്ചാൽ ഇരുമ്പാണ്. അതുപോലെ തന്നെ വിറ്റാമിനുകൾ വിറ്റാമിൻ എ മുതൽ വിറ്റാമിൻ B12 എന്നീ വിറ്റാമിനുകൾ ഈ പറയുന്ന പാലിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ പാലിൽ കാണപ്പെടാത്ത വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. ഓർത്തു വെച്ചോണേ. പാലിൽ കാണപ്പെടാത്ത മൂലകം ഏതാണെന്ന് വെച്ചാൽ ഇരുമ്പും പാലിൽ കാണപ്പെടാത്ത വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ വിറ്റാമിൻ സിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ആയാൽ രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്കാണ്. ഓക്കെ ആണല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ രാജ്യം ഇന്ത്യയും, രണ്ടാമത്തെ രാജ്യം അമേരിക്കയും, മൂന്നാമത്തെ രാജ്യം ചൈനയുമാണ്. ഓർത്തു വെക്കുക. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്, പിന്നീട് രാജസ്ഥാൻ, പിന്നീട് മധ്യപ്രദേശ് എന്നിങ്ങനെ ക്രമത്തിലാണ്. ഓർത്തുവെക്കുക. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിങ്ങനെ. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. എന്നാൽ പാലുൽപാദക സഹകരണ സംഘത്തിന്റെ ഓർത്തുവെച്ചാണ് പാലുൽപാദക സഹകരണ സംഘങ്ങളുടെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്കാണ്. ഓർത്തുവെച്ചോണെ. പാലുൽപാദക സഹകരണ സംഘങ്ങൾ ഡയറി കോപ്പറേറ്റീവ്സിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെൻമാർക്കാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ. ഇനി അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് റിലേറ്റഡ് പോയിന്റ്സുകൾ നമ്മൾ പറയുവാണ്. വൈറ്റ് റെവല്യൂഷൻ അഥവാ വെളുത്ത വിപ്ലവം, വെളുത്ത വിപ്ലവം അല്ലെങ്കിൽ ധവള വിപ്ലവം, അതാണ് കറക്റ്റ് അതിന്റെ മലയാളം എന്ന് പറയുന്നത്.
ധവള വിപ്ലവം ഇന്ത്യയിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പദ്ധതി ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി എന്താണെന്ന് വെച്ചാൽ എന്താണ്? വൈറ്റ് റവല്യൂഷൻ ആണ്, അഥവാ ധവള വിപ്ലവമാണ്. ഇതിനെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ധവള വിപ്ലവത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണം. ഇന്ത്യയിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി നടപ്പാക്കിയ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ ആണ്. ഇതിനെ ഓപ്പറേഷൻ ഫ്ലഡ് എന്നും വിളിക്കുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം വർഗീസ് കുര്യൻ. ആരാണ് വർഗീസ് കുര്യൻ? ഇന്ത്യയിൽ ഈ പറയുന്ന ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വർഗീസ് കുര്യൻ ആണ്. ഓർത്തു വെച്ചോണേ. വർഗീസ് കുര്യൻ ആരാണ്? ഇന്ത്യയിൽ വെളുത്ത വിപ്ലവം അഥവാ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ ആണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഗുജറാത്തിലെ അമൂല്. ഓക്കെ ആണല്ലോ. ഗുജറാത്തിലെ അമൂല് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന സ്ഥാപനമാണെന്ന് ഓർത്തു വെക്കുക. ദേശീയ പാൽ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. നാഷണൽ മിൽക്ക് ഡേ എന്നാണെന്ന് വെച്ചാൽ നവംബർ 26 ഓക്കെ ആണല്ലോ. നാഷണൽ മിൽക്ക് ഡേ എന്നാണെന്ന് വെച്ചാൽ നവംബർ 26. നമ്മുടെ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ് നവംബർ 26. ആ ദിവസത്തെ നാഷണൽ മിൽക്ക് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ലോക പാൽ ദിനം അഥവാ വേൾഡ് മിൽക്ക് ഡേ എന്നാണെന്ന് വെച്ചാൽ എന്താണ്? ജൂൺ 1. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ പാൽ ദിനം എന്നാണെന്ന് വെച്ചാൽ നവംബർ 26 വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ്. എന്നാൽ ഈ പറയുന്ന ലോക പാൽ ദിനം അഥവാ വേൾഡ് മിൽക്ക് ഡേ എന്നാണെന്ന് വെച്ചാൽ ജൂൺ 1. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ HTST അഥവാ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ പാലിക്കപ്പെടേണ്ട താപനിലയും സമയവും എത്രയാണ്? വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് അറിയണം എന്താണ് പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ? പാല് കേടാക്കാൻ സാധ്യതയുള്ള, പാല് കേടാക്കുന്ന ബാക്ടീരിയകൾ പാലിൽ തന്നെ പാല് കേടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന പാലിൽ വളരുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് പാല് ഒരു നിശ്ചിത താപനിലയിൽ ചൂടാക്കുകയും പെട്ടെന്ന് അത് തണുപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ പല രീതിയിൽ നടത്താറുണ്ട്. അതിൽ ഒന്നാമത്തെ രീതിയാണ് നമ്മൾ പറയുന്നത് HTST പാസ്ചറൈസേഷൻ. ഓക്കെ ആണല്ലോ. HTST പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. HTST ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണ്. HTST ഫുൾ ഫോം എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം എന്നാണ്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം എന്നാണ്. അതിൽ പാലിക്കേണ്ട താപനിലയും സമയവും എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 15 സെക്കൻഡ് ഈ പറയുന്ന സമയവുമാണ് HTST പാസ്ചറൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് HTST ഹൈ ടെമ്പറേച്ചർ. ഈ ഹൈ ടെമ്പറേച്ചർ എത്ര? 72 ഡിഗ്രി സെൽഷ്യസ്. ഷോർട്ട് ടൈം എത്ര? 15 സെക്കൻഡ്. അപ്പൊ 72 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുന്നു എത്ര സെക്കൻഡ്? 15 സെക്കൻഡ് നേരത്തേക്ക്. ഇത്തരത്തിലുള്ള പാസ്ചറൈസേഷനെ വിളിക്കുന്ന പേരാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. 72 ഡിഗ്രി 15 സെക്കൻഡ് നമ്മൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. പാസ്ചറൈസേഷൻ പ്രധാനമായിട്ടും 3 രീതികളിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പാസ്ചറൈസേഷൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 തരത്തിൽ നമുക്ക് നടത്താമെന്നാണ് പറയുന്നത്. അതിലൊന്നാമത്തെ പാസ്ചറൈസേഷൻ ആണ് HTST ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. എന്താണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം? പാലിലെ താപനില 72 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ പറയുന്നുണ്ട്. ഏകദേശം 72 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നു. 15 സെക്കൻഡ് നേരം അത് നിലനിർത്തുന്നു. 72 ഡിഗ്രി സെൽഷ്യസ് അവിടെ ചൂടാക്കുന്നു. എത്ര സെക്കൻഡ് നേരത്തേക്ക്? 15 സെക്കൻഡ് നേരത്തേക്ക് ഈ പറയുന്ന 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് അത് ചൂടാക്കി നിർത്തുന്നു. അത് പിന്നീട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കി 15 സെക്കൻഡ് നിലനിർത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പാസ്ചറൈസേഷനെ വിളിക്കുന്ന പേരാണ് HTST പാസ്ചറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മിക്കവാറും എല്ലാ പാക്കറ്റ് പാലുകളും ഈ രീതിയിലാണ് സംസ്കരിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പറയുന്ന പാസ്ചറൈസേഷൻ മെത്തേഡിൽ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന പാസ്ചറൈസേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ HTST പാസ്ചറൈസേഷൻ ആണ്. മിക്ക പാലുകളും ഇത്തരത്തില് HTST പാസ്ചറൈസേഷൻ വഴിയാണ് സംസ്കരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക.
അടുത്തതാണ് LTST പാസ്ചറൈസേഷൻ. എന്താണ് LTSTയുടെ ഫുൾ ഫോം? ലോ ടെമ്പറേച്ചർ ലോങ് ടൈം. വളരെ പ്രധാനപ്പെട്ടതാണ്. ലോ ടെമ്പറേച്ചർ ലോങ് ടൈം എന്നാണ് LTSTയുടെ ഫുൾ ഫോം എന്ന് പറയും. LT ഓക്കെ, LT പാസ്ചറൈസേഷൻ. ഇതിനെ ഹോൾഡർ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോൾഡർ മെത്തേഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൽ പാല് 63 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ചൂടാക്കുന്നത്. ഓർത്തു വെച്ചോണേ, 63 ഡിഗ്രി താപനിലയിൽ 30 മിനിറ്റ് നേരം ചൂടാക്കുന്നു. ഓക്കെ, ഇതിനെയാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ലോങ് ടെമ്പറേച്ചർ ആണ്. ലോ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നേരത്തെ 72 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ 63 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയാൽ മതി. ലോങ് ടൈം എന്ന് വെച്ചാൽ നേരത്തെ എത്ര ആയിരുന്നു? 15 സെക്കൻഡ് സമയത്തേക്ക് നിലനിർത്തിയാൽ മതി. ഇവിടെ ലോങ് ടൈം ആണ്, 30 മിനിറ്റ് നേരത്തേക്കാണ് അവിടെ ചൂടാക്കി നിലനിർത്തേണ്ടത്. അപ്പോൾ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ടൈം ഒക്കെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാസ്ചറൈസേഷൻ ആണ് UHT. UHT എന്താണെന്ന് വെച്ചാൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. അൾട്രാ ഹൈ ടെമ്പറേച്ചർ UHTയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്നാണ്. പാൽ വളരെ ഉയർന്ന താപനിലയിൽ അഥവാ 135 ഡിഗ്രി സെൽഷ്യസ് മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ വെറും 1 മുതൽ 5 വരെ സെക്കൻഡ് നേരം ചൂടാക്കുന്ന രീതിയാണ് ഈ പറയുന്ന UHT പാസ്ചറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സംസ്കരിക്കുന്ന പാൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഒരു പാല് മാസങ്ങളോളം കേടാവാതിരിക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള പാസ്ചറൈസേഷൻ മെത്തേഡാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ എഴുതേണ്ടത് UHT പാസ്ചറൈസേഷൻ ആണ്. UHTയുടെ ഫുൾ ഫോം എന്താണ്? അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ എന്നാണ്. ഓക്കെ, അതിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന താപനില എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചാൽ 135 ഡിഗ്രി സെൽഷ്യസ് മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് മുതൽ വരെ ഈ പറയുന്ന 1 മുതൽ 5 സെക്കൻഡ് നേരത്തേക്കാണ് അത് ചൂടാക്കുന്നത്. ഈ പാലുകൾ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ പാസ്ചറൈസേഷൻ നടത്തി വെക്കുന്ന പാലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ടെട്രാ പാക്കുകൾ എന്നാണ്. ഓക്കെ ആണല്ലോ. UHT വഴി ഉണ്ടാക്കിയെടുക്കുന്ന പാലുകളെ വിളിക്കുന്ന പേരാണ് ടെട്രാ പാക്കുകൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാലിൽ വെള്ളം ചേർത്ത് അമിതമായി മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാലിൽ വെള്ളം ചേർത്ത് അമിതമായി മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലെ. പാലിൽ ജലാംശം ഉണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ലാക്ടോമീറ്റർ ആണ്. ഓക്കെ, ആൻസർ ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ബ്യൂട്ടറോമീറ്റർ. അത് നമ്മൾ പഠിച്ചാണ്. പാലിൽ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബ്യൂട്ടറോമീറ്റർ. പാലിൽ ജലാംശം അഥവാ വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്ററുമാണ്. പാലിന്റെ കൊഴുപ്പിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പരീക്ഷണ രീതി ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഈ പറയുന്ന പാലിന്റെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നുള്ള രീതി നമ്മൾ ബ്യൂട്ടറോമീറ്റർ പറഞ്ഞു. അവിടെ ഉപയോഗിക്കുന്ന പരീക്ഷണ രീതി എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഗർബർ ടെസ്റ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാലിന്റെ കൊഴുപ്പിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പരീക്ഷണ രീതി എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഗർബർ ടെസ്റ്റ് ആണ്. ഗർബർ ടെസ്റ്റിലാണ് നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന ബ്യൂട്ടറോമീറ്റർ ഉപയോഗിക്കപ്പെടുന്നത്. ഓക്കെ, ഗർബർ ടെസ്റ്റ് ബ്യൂട്ടറോമീറ്റർ ഉപയോഗിച്ചാണ് കൊഴുപ്പ് അളക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് MBRT. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് MBRTയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടാണ്. MBRTയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ്. എന്താണ് MBRT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാലിന്റെ ബാക്ടീരിയൽ നിലവാരം പരിശോധിക്കാനുള്ള ടെസ്റ്റ് ആണിത്. ഓക്കെ ആണല്ലോ. പാലിലെ ബാക്ടീരിയൽ നിലവാരം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. പാൽ എത്രത്തോളം ശുദ്ധമാണെന്നും എത്ര ദിവസം കേടാകാതെ ഇരിക്കുമെന്നും ഇതിലൂടെ അറിയാം. ഓക്കെ, പാൽ എത്രത്തോളം ശുദ്ധമാണെന്നും എത്ര ദിവസത്തേക്ക് എത്ര നാളത്തേക്ക് ഈ പറയുന്ന പാലുകൾ കേടുകൂടാതെ ഇരിക്കുമെന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? MBRT മെത്തേഡ് എന്ന് പറയുന്നത്. MBRTയുടെ ഫുൾ ഫോം എന്താണ്? മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ്.
അടുത്ത മറ്റൊരു ടെസ്റ്റ് ആണ് COB ടെസ്റ്റ്. COBയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്ലോട്ട് ഓൺ ബോയിലിംഗ്. COBയുടെ ഫുൾ ഫോം എന്താണ്? ക്ലോട്ട് ഓൺ ബോയിലിംഗ് എന്നാണ്. ഇതെന്താണ്? പാല് തിളപ്പിക്കുമ്പോൾ കട്ട പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന പരീക്ഷണ രീതിയെ വിളിക്കുന്ന പേരാണ് ക്ലോട്ട് ഓൺ ബോയിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു പരീക്ഷണ രീതിയാണ്. പാല് തിളപ്പിക്കുമ്പോൾ അത് കട്ട പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന പരീക്ഷണ രീതി എന്താണെന്ന് വെച്ചാൽ എന്താണ്? ക്ലോട്ട് ഓൺ ബോയിലിംഗ് ആണ്, അഥവാ COB ആണ്. പാലിന്റെ അസിഡിറ്റി കൂടുതലാണോ എന്നും ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാം. ഓക്കെ ആണല്ലോ. അപ്പൊ പാല് ചൂടാക്കുമ്പോൾ അത് കട്ട പിടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പാലിന്റെ അസിഡിറ്റി കൂടുതലാണോ എന്ന് അറിയാനും ഉപയോഗിക്കുന്ന പരീക്ഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോട്ട് ഓൺ ബോയിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അയഡിൻ ടെസ്റ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് അയഡിൻ ടെസ്റ്റ്. പാലിൽ അന്നജം അഥവാ സ്റ്റാർച്ച് കലർന്നിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത്? അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു അയഡിൻ സൊല്യൂഷൻ ഈ പറയുന്ന പാലിലേക്ക് ചേർക്കുന്നു. അപ്പോൾ അവിടെ നീല നിറം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അവിടെ യാതൊരു കളർ ചേഞ്ച് കാണിക്കുന്നില്ല എങ്കിൽ അവിടെ സ്റ്റാർച്ച് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് അയഡിൻ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ. അവിടെ അയഡിൻ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അയഡിൻ സൊല്യൂഷൻ ആണെന്ന് ഓർത്തു വെക്കുക. പാലിൽ അന്നജം അഥവാ സ്റ്റാർച്ച് കലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കലർപ്പില്ലാത്ത പാലിൽ അയഡിൻ ചേർത്താൽ നിറം മാറില്ല. എന്നാൽ അന്നജം ഉണ്ടെങ്കിൽ അത് നീല നിറമായി മാറുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന പാലിൽ അയഡിൻ സൊല്യൂഷൻ കലർത്തുമ്പോൾ നീല നിറം മാറുന്നുണ്ടെങ്കിൽ ആ പാലിൽ എന്തടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സ്റ്റാർച്ച് അഥവാ അന്നജം അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പാലിലെ പഞ്ചസാര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ ആണല്ലോ. പാലിലെ പഞ്ചസാര ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ലാക്ടോസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാലിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര അറിയപ്പെടുന്ന പേര് ലാക്ടോസ് എന്നാണ്. ലാക്റ്റിക് ആസിഡ്. എന്താണ് ലാക്റ്റിക് ആസിഡ്? പാല് തൈരായി മാറുമ്പോൾ ബാക്ടീരിയകൾ ഈ ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡായി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. ആസിഡുകൾക്ക് പുളി രുചിയാണെന്ന് ഓർത്തു വെക്കുക. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആസിഡുകളുടെ രുചി എന്താണെന്ന് വെച്ചാൽ പുളി രുചിയാണ്. അപ്പോൾ ഈ പറയുന്ന പാല് പുളിക്കുന്നത് എങ്ങനെയാണ്? പാലിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയായിട്ടുള്ള ലാക്ടോസ് എന്തായിട്ട് മാറുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴാണ് പാല് എന്ത് രുചി വരുന്നത്? ഈ പറയുന്ന പുളി രുചി വരുന്നത്. അപ്പൊ ഓർത്ത് വെച്ചോണം, പാല് തൈരായി മാറുമ്പോൾ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലാക്ടോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിലാണ് തൈരിന് പുളിരസം ഉണ്ടാവാൻ കാരണമെന്നും ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പാല് തൈരാവാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പാല് തൈരാവണമല്ലോ, അതിനൊരു ബാക്ടീരിയ അവിടെ സഹായിക്കുന്നുണ്ട്. ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചോണം, ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. ഓക്കെ ആണല്ലോ. പാല് തൈരാവാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണെന്ന് ഓർത്തു വെക്കുക. അടുത്തത്, പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാലും നമ്മൾ ആൻസർ ലാക്ടോമീറ്റർ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ലാക്ടോമീറ്റർ ആണ്. അടുത്തത്, പാൽ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു പാസ്ചറൈസേഷൻ എന്താണ്, പാസ്ചറൈസേഷനും മറ്റു വകഭേദങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ലൂയി പാസ്റ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. പശുവിന്റെ പാലിന് മഞ്ഞ നിറത്തിന് കാരണമാകുന്ന ഘടകം ഏതാണെന്നാണ് ചോദ്യം. ഓർത്തു വെച്ചോണം, പശുവിൻ പാലിന് നേരിയ മഞ്ഞ നിറമാണ്. ആ നേരിയ മഞ്ഞ നിറം നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിന്റെ പ്രസൻസ് ആണെന്ന് വെച്ചാൽ റൈബോഫ്ലാവിൻ അഥവാ കരോട്ടിൻ ആണ്. ഓർത്തു വെച്ചോണേ, പശുവിൻ പാലിന് മഞ്ഞ നിറത്തിന് കാരണമാകുന്ന ഘടകം ഏതാണെന്ന് വെച്ചാൽ കരോട്ടിൻ ആണെന്ന് പഠിച്ചു വെക്കുക. പാലിന്റെ കൊഴുപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാലിന്റെ കൊഴുപ്പ് അല്ലെ, ഒരു ഭാഗത്ത് കിടന്നതുകൊണ്ട് കാര്യമില്ല, എല്ലാ ഭാഗത്തും ഈ പറയുന്ന പാലിന്റെ കൊഴുപ്പ് ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ പാലിന്റെ കൊഴുപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലഡ്ജർ ആണ്. ഓക്കെ ആണല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്. പാലിന്റെ കൊഴുപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലഡ്ജർ ആണ്.
ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്ന മറ്റൊരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. എന്താണ് സെൻട്രിഫ്യൂജ്? പാലിനെ അതിവേഗം കറക്കി അതിലെ ഘടകങ്ങളെ അഥവാ കൊഴുപ്പിനെയും പാലിനെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർത്തു വെച്ചോണം, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. അത് എന്തിനാ സഹായിക്കുന്നത്? പാലിനെ അതിവേഗം കറക്കി അതിൽ നിന്ന് പാലിനെയും കൊഴുപ്പിനെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗർബർ ടെസ്റ്റ് ഇത് അത്യാവശ്യമാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഗർബർ ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ഗർബർ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന യന്ത്രമാണ് എന്തെന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, പാൽ സാമ്പിൾ കേടാകാതിരിക്കാൻ സാധാരണയായി ചേർക്കുന്ന പ്രിസർവേറ്റീവ് ഏതാണെന്നാണ് ചോദ്യം. പാൽ സാമ്പിളുകൾ ശേഖരിച്ച് വെക്കാറുണ്ട്. ഈ പാൽ സാമ്പിളുകൾ നമുക്ക് പരിശോധന വരെ അത് സൂക്ഷിച്ചു വെക്കണം. അത്തരത്തിൽ അത് കേടാവാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ഏതാണ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോണം, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ്. ഈ പറയുന്ന പാൽ സാമ്പിളുകൾ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, പാൽ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് എത്ര തവണ പകരുന്നതാണ് ഉചിതം? ഓക്കെ, ഒരു പാൽ സാമ്പിൾ എടുക്കുമ്പോൾ എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന പാൽ സാമ്പിൾ കളക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഈ പറയുന്ന പാലിന് നമ്മളൊന്ന് പകരുകയും ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ മിക്സ് ചെയ്യുകയും ചെയ്യണം. അത് എത്ര തവണയാണെന്ന് ചോദിച്ചാൽ എത്ര തവണയാണ്? 3 മുതൽ 4 തവണ വരെയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാൽ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് എത്ര തവണ പകരുന്നതാണ് ഉചിതം എന്ന് ചോദിച്ചാൽ 3 മുതൽ 4 തവണ വരെ പകരുന്നതാണ് ഉചിതം. പ്രിസർവേറ്റീവായി ചേർക്കുന്ന ഫോർമാലിന്റെ കൃത്യമായ അളവ് എന്താണെന്നാണ് ചോദ്യം. പാല് കേടാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഫോർമാലിൻ അമിതമായാൽ അതുവഴി നമുക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർമാലിന്റെ കൃത്യമായ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 0.1 ml per 100 ml മിൽക്കാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 100 ml പാലിന് 0.1 ml എന്നുള്ള കണക്കിലാണ് നമ്മൾ ഈ പറയുന്ന ഫോർമാലിൻ ആഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒന്നിലധികം ദിവസത്തെ പാൽ സാമ്പിളുകൾ ഒന്നിച്ചു ചേർത്ത് പരിശോധിക്കുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഓർത്തു വെച്ചോണം, ഒന്നിലധികം ദിവസത്തെ പാൽ സാമ്പിളുകൾ ഒന്നിച്ചു ചേർത്ത് പരിശോധിക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി, കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിലധികം ദിവസത്തെ പാൽ സാമ്പിളുകൾ ഒന്നിച്ചു ചേർത്ത് പരിശോധിക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ചാൽ കോമ്പോസിറ്റ് സാമ്പിളിംഗ് ആണ്. സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് പാൽ ഇളക്കുന്നത് എന്തിനാണ്? ഓക്കെ, പാൽ സാമ്പിളുകൾ എടുക്കുന്നതിന് മുമ്പ് പാൽ ഇളക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ്? ഫാറ്റ് ഒരുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ പാൽ സാമ്പിളുകൾ എടുക്കുന്നതിന് മുമ്പ് പാൽ ഇളക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഫാറ്റ് ഒരുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ പാല് ചൂടാക്കാൻ വേണ്ടിയോ ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടിയോ പാലിന്റെ നിറം മാറ്റാനോ ഒന്നും തന്നെയല്ല. ഫാറ്റ് ഒരുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പാൽ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് പാല് ഇളക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, കോമ്പോസിറ്റ് സാമ്പിൾ എന്താണെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. കോമ്പോസിറ്റ് സാമ്പിൾ സാധാരണയെ എത്ര ദിവസം കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോമ്പോസിറ്റ് സാമ്പിളുകൾ സാധാരണ എത്ര ദിവസം കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചാൽ 7 മുതൽ 10 ദിവസം വരെയാണ്. ഓക്കെ ആണല്ലോ, പഠിച്ചു വെച്ചോണം. ഒന്നിലധികം ദിവസത്തെ പാൽ സാമ്പിളുകൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സാമ്പിൾ. ഇത്തരത്തിൽ കോമ്പോസിറ്റ് സാമ്പിളുകൾ സാധാരണയായി എത്ര ദിവസം കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ 7 മുതൽ 10 ദിവസം വരെയാണ്. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അഥവാ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ. അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതാണ് ലാക്ടോമീറ്റർ ആണ്. ഓർത്തു വെച്ചോണം, പല രീതിയിലാണ് ഈ പറയുന്ന ലാക്ടോമീറ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളത്. അപ്പൊ ഓർത്തു വെച്ചോണം, പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ വെള്ള നിറം നൽകുന്ന ഘടകം ഏതാണെന്നാണ് ചോദ്യം. പാലിൽ വെള്ള നിറം നൽകുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ മഞ്ഞ നിറത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. പശുവിൻ പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്നത് കരോട്ടിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാലിന് വെള്ള നിറം നൽകുന്ന ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ
കസീൻ ആണ്. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ടയാണ്. പാലിന്റെ വെള്ള നിറം നൽകുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കസീൻ ആണ്. പാലിന്റെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതി എന്താണെന്നാണ് ചോദ്യം. പാലിന്റെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതി നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. എന്താണ്? ഗർബർ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പാലിന്റെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഗർബർ ടെസ്റ്റ് ആണ്. പാലിന്റെ മധുരം നൽകുന്ന പ്രകൃതിദത്തമായ പഞ്ചസാര ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്നുള്ള രീതിയിൽ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ലാക്ടോസ് ആണ്. ഓക്കെ ആണല്ലോ? പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണെന്ന് വെച്ചാൽ ലാക്ടോസ് ആണെന്ന് ഓർത്തു വെക്കുക. ലാക്ടോമീറ്ററിന്റെ റീഡിംഗ് കുറവാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ലാക്ടോമീറ്ററിന്റെ റീഡിങ് കുറവായാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനാണല്ലോ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ലാക്ടോമീറ്റർ റീഡിംഗ് കുറവാണെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് ഈ പറയുന്ന ലാക്ടോമീറ്റർ റീഡിംഗ് കുറയുന്നത്. പഠിച്ചു വെക്കുക. പാലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. പാലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം അളക്കുന്ന ടെസ്റ്റ് നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചതേ ഉള്ളൂ അല്ലെ? പാലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം അളക്കുന്ന ടെസ്റ്റിനെ വിളിക്കുന്ന പേരെന്തുവാണ്? MBRT ടെസ്റ്റ് അഥവാ മെത്തിലി ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. പാലിലെ വെള്ളത്തിന്റെ അളവ് ഏറ്റവും കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അല്ലെ? പാലിലെ വെള്ളത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ നേരത്തെ പറഞ്ഞു ലാക്ടോമീറ്റർ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഇത്തരത്തിലൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ പാലിലെ വെള്ളത്തിന്റെ അളവ് ഏറ്റവും കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ക്രയോസ്കോപ്പാണ്. പഠിച്ചു വെച്ചോണേ. പാലിലെ വെള്ളത്തിന്റെ അളവ് ഏറ്റവും കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ക്രയോസ്കോപ്പാണ്. പാലിലെ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കസീൻ ആണ്. ഓക്കെ, പാലിലെ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ കസീൻ ആണെന്ന് ഓർത്തു വെക്കുക. HTST പാസ്ചറൈസേഷൻ പാല് ചൂടാക്കുന്ന താപനില നമ്മൾ പറഞ്ഞില്ലേ? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ. അവിടെ ഉപയോഗിക്കുന്ന താപനില എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പഠിച്ചാണ് 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ ഉപയോഗപ്പെടുത്തുന്ന സമയം എത്രയാണ്? 15 സെക്കൻഡ് ആണ് അല്ലെ? നമ്മൾ പഠിച്ചാണ്, ഓർത്തു വെക്കുക. HTST പാസ്ചറൈസേഷന് പാല് ചൂടാക്കുന്ന താപനില എത്രയാണെന്ന് വെച്ചാൽ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. SNF എന്താണ്? SNF വളരെ പ്രധാനപ്പെട്ടതാണ്. SNF ഒരു പാൽ എടുത്തു നോക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അതിനെ നമ്മൾ ഫാറ്റ് എന്നും SNF എന്നുമാണ് വേർതിരിക്കുന്നത്. ഫാറ്റ് ഒഴികെയുള്ള മറ്റ് ഘടക പദാർത്ഥങ്ങളെയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് SNF എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പൊ SNF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോളിഡ് നോട്ട് ഫാറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. SNFന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ എന്താണ്? സോളിഡ് നോട്ട് ഫാറ്റ് എന്നാണ്. പാലിന്റെ മരവിപ്പ് നില അഥവാ ഫ്രീസിംഗ് പോയിന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓർത്തു വെച്ചോണം. പാലിന്റെ മരവിപ്പ് നില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ക്രയോസ്കോപ്പാണ്. ഓക്കെ, പഠിച്ചു വെച്ചോണേ. പാലിന്റെ മരവിപ്പ് നില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ക്രയോസ്കോപ്പാണെന്ന് ഓർത്തു വെക്കുക. പാലിൽ അന്നജം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തു വെച്ചോണം. പാലിൽ അന്നജം അല്ലെ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ലായനി നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? അയഡിൻ ലായനിയാണ് അല്ലെ? അയഡിൻ ലായനി ചേർക്കുമ്പോൾ ഏത് നിറം കാണിക്കണം? സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ നീല നിറം. നീല നിറം ഉണ്ടെങ്കിൽ എന്തുറപ്പിക്കാം? അതിനകത്ത് സ്റ്റാർച്ച് ഉണ്ട്, അന്നജം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പാൽ പാസ്ചറൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലിൽ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് പലതരം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ പാസ്ചറൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനും അവിടെ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് ടെസ്റ്റ് ആണെന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോസ്ഫേറ്റ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ പാസ്ചറൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. അടുത്തത്, പാലിൽ നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? പാലിൽ നേരിയ മഞ്ഞ നിറം നൽകുന്ന പദാർത്ഥം ഏതാണെന്ന് വെച്ചാൽ കരോട്ടിനാണ്. ഓക്കെ, പാലിൽ നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണെന്ന് വെച്ചാൽ കരോട്ടിനാണ്. പാലിലെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പാലിലെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഓക്കെ, പാലിലെ അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗേഷൻ ആണ്. തിരുവിതാംകൂർ മേഖലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ അഥവാ TRCMPU വളരെ പ്രധാനപ്പെട്ടതാണ്. TRCMPU എന്താണ്? ട്രാവൻകൂർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ യൂണിയൻ എന്നാണ് TRCMPUവിന്റെ പൂർണ്ണരൂപം. അതിന്റെ ആസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവിതാംകൂർ മേഖലാ സഹകരണ പാൽ ഉൽപാദക യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരമാണ് ആസ്ഥാനം. മറ്റ് റീജിയണൽ യൂണിയന് ഒന്ന് ഓർത്തു വെച്ചോണം. ആകെ ഈ പറയുന്ന മിൽമയ്ക്ക് 3 റീജിയണൽ ഓഫീസുകളാണുള്ളത്. ട്രാവൻകൂർ നമ്മൾ പറഞ്ഞു, ട്രാവൻകൂറിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. പിന്നീട് എറണാകുളം ഉണ്ട്, എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ യൂണിയൻ ഉണ്ട്. അത് എറണാകുളം ആസ്ഥാനമൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ യൂണിയൻ ഉണ്ട്. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ പല രീതിയിൽ ചോദിക്കാം. ട്രാവൻകൂർ ഈ പറയുന്ന തിരുവിതാംകൂർ റീജിയണൽ മിൽക്ക് യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ എറണാകുളം മേഖലാ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. പിന്നീട് മലബാർ റീജിയണൽ മേഖലയുടെ ഈ പറയുന്ന ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണെന്ന് ഓർത്തു വെക്കുക. മിൽമ നീല പാക്കറ്റിൽ ലഭിക്കുന്ന പാൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിൽമ നീല പാക്കറ്റ്, മിൽമ പലതരത്തിലുള്ള പാക്കറ്റുകൾ അവൈലബിൾ ആണ്. ഈ നീല പാക്കറ്റുകൾ ഏത് തരം പാലുകളാണ് വിൽപ്പന ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടോൺഡ് പാലുകളാണ്, അല്ലെ? ടോൺഡ് മിൽക്കുകളാണ് നീല പാക്കറ്റിൽ ലഭ്യമാവുന്നത്. നോക്കാം, ടോൺഡ് മിൽക്കാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ടോൺഡ് മിൽക്കാണ്. ടോൺഡ് മിൽക്കിന്റെ മറ്റൊരു പേര് സ്മാർട്ട് മിൽക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ടോൺഡ് മിൽക്ക്? ടോൺഡ് മിൽക്ക് ബ്ലൂ പാക്കറ്റിലാണ് ലഭ്യമാകുന്നത് എന്ന് ഓർത്തു വെക്കുക. ഈ ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് എത്ര പെർസെന്റേജ് ആണെന്ന് വെച്ചാൽ 3%. ഓർത്തു വെച്ചോണം. ടോൺഡ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യമെങ്കിൽ 3%. ഈ പറയുന്ന ടോൺഡ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള SNF അഥവാ സോളിഡ് നോട്ട് ഫാറ്റ് എത്ര പെർസെന്റേജ് ആണെന്ന് വെച്ചാൽ 8.5% ഓർത്തു വെക്കുക. അപ്പൊ ഈ 2% ഓർത്തു വെച്ചോണം. ടോൺഡ് മിൽക്കിലെ പാക്കറ്റിന്റെ നിറം ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് കണ്ടന്റിന്റെ മിനിമം 3%, SNFന്റെ മിനിമം 8.5% ആണെന്ന് ഓർത്തു വെക്കുക. അടുത്ത മറ്റൊരു പാക്കറ്റ് ആണ് ഡബിൾ ടോൺഡ് മിൽക്ക്. ഡബിൾ ടോൺഡ് മിൽക്കിന്റെ പാക്കറ്റ് കളർ എന്താണെന്ന് ചോദിച്ചാൽ യെല്ലോ പാക്കറ്റ് ആണെന്ന് ഓർത്തു വെക്കുക. അതിന്റെ ഈ പറയുന്ന ഫാറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് വെച്ചാൽ 1.5%, അതിന്റെ SNF എത്രയാണെന്ന് വെച്ചാൽ 9% ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ഈ പറയുന്ന പെർസെന്റേജ് ആണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് 3%, ഈ പറയുന്ന ടോൺഡ് മിൽക്കിന്റെ SNF 8.5%, ഡബിൾ ടോൺഡ് മിൽക്കിന്റെ ഫാറ്റ് പെർസെന്റേജ് 1.5%, അതുപോലെ ഡബിൾ ടോൺഡ് മിൽക്കിന്റെ ഈ പറയുന്ന SNF എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ 9%. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെ, KCMMF വളരെ പ്രധാനപ്പെട്ടതാണ്. KCMMF കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ രൂപീകരിച്ച വർഷം എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 1980. KCMMF അറിയപ്പെടുന്ന അതിന്റെ ബ്രാൻഡ് നെയിം എന്തുവാണ്? മിൽമ കേട്ടോ. ഈ പറയുന്ന KCMMFന്റെ ബ്രാൻഡ് നെയിം ആണ് മിൽമ എന്ന് പറയുന്നത്. 1980 മിൽമ ഫോം ചെയ്തതെന്ന് പഠിച്ചു വെക്കുക. താഴെ പറയുന്നവയിൽ മിൽമ തിരുവിതാംകൂർ യൂണിയന്റെ പരിധിയിൽ വരാത്ത ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, തിരുവിതാംകൂർ യൂണിയന്റെ പരിധിയിൽ വരാത്ത ജില്ല, തിരുവിതാംകൂർ മേഖല യൂണിയന്റെ ഭാഗമാവുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആലപ്പുഴയും കൊല്ലവും പത്തനംതിട്ടയും തിരുവിതാംകൂറിന്റെ ഭാഗമാണെന്ന് ഓർത്തു വെക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വരാത്ത ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. വരാത്ത ജില്ല കോട്ടയമാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ ആൻസർ കോട്ടയമാണ്. വരാത്ത ജില്ല ചോദിച്ചാൽ കോട്ടയമാണ്. ആലപ്പുഴയും കൊല്ലവും പത്തനംതിട്ടയും തിരുവനന്തപുരവും ഈ പറയുന്ന തിരുവിതാംകൂർ മേഖലാ യൂണിയന്റെ ഭാഗമാണെന്ന് ഓർത്തു വെക്കുക. മിൽമയുടെ കൽപ്പക എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദ്യം. മിൽമ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ പുറത്തിറക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൽപ്പക എന്ന് പറയുന്ന പ്രോഡക്റ്റ്. കൽപ്പക എന്തിന്റെ പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. ഓക്കെ, മിൽമ പുറത്തിറക്കുന്ന വെളിച്ചെണ്ണയാണ് എന്തെന്ന് പറയുന്നത്, കോക്കനട്ട് ഓയിൽ ആണ് എന്തെന്ന് പറയുന്നത് കൽപ്പക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി പാൽ വിതരണത്തിന് മിൽമ എന്ന ബ്രാൻഡ് പേര് ഉപയോഗിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്നാണ് ചോദ്യം. ഓക്കെ, മിൽമ വന്ന വർഷം അഥവാ KCMMF വന്ന വർഷം 1980.
എന്നാൽ ആ KCMFന് മിൽമ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം എന്ന് മുതലാ വന്നതെന്ന് ചോദിച്ചാൽ 1983 മുതലാണ്. വളരെ പ്രധാനപ്പെട്ടയാണ്. ഈ പറയുന്ന കേരളത്തിലെ ആദ്യമായി പാൽ വിതരണത്തിന് മിൽമ എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ 1983 മുതലാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ മേഖലാ യൂണിയൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് ആദ്യമായി രൂപീകൃതമായ മേഖലാ യൂണിയൻ ഏതാണെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോണം, തിരുവിതാംകൂർ മേഖലാ യൂണിയൻ ആണ്. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ മേഖലാ യൂണിയൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? തിരുവിതാംകൂർ മേഖലാ യൂണിയൻ ആണ്. പാലിന്റെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചതാണ്, വീണ്ടും വന്നതാണ്, ബ്യൂട്ടിറോമീറ്റർ ആണ്, ഓർത്തു വെക്കുക. പാലിലെ ജലാംശം അഥവാ വാട്ടർ കണ്ടന്റ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ പഠിച്ചതാണ്, ലാക്ടോമീറ്റർ ആണ്. ഓക്കെ, പാലിന്റെ ആവശ്യക സാന്ദ്രത അളക്കുന്നതിന് അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ പറയുന്ന ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നു. പാലിന്റെ ശുദ്ധമായ റീഡിംഗ് ചോദിക്കാറുണ്ട്. പാലിന്റെ ശുദ്ധമായ റീഡിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ 1.028 മുതൽ 1.032 വരെയാണ് പാലിന്റെ ശുദ്ധമായ റീഡിംഗ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാലിലെ പാത്രങ്ങളിൽ അടഞ്ഞുകൂടുന്ന മിൽക്ക് സ്റ്റോൺ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന അനുയോജ്യമായത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാലിലെ പാത്രങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മിൽക്ക് സ്റ്റോൺ നീക്കം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, ഓർത്തു വെച്ചോളാം. പാലിലെ പാത്രങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മിൽക്ക് സ്റ്റോൺ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, ടെട്രാ പാക്കുകൾ അണുവിമുക്തമാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ടെട്രാ പാക്കുകൾ അണുവിമുക്തമാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ. പാല് കേടുകൂടാതിരിക്കാൻ ദീർഘകാലം ഉപയോഗിക്കുന്ന ടെട്രാ പാക്കിങ്ങുകൾ അല്ലെ, ഈ കെമിക്കൽ ഉപയോഗിച്ച് അണു നശീകരണം നടത്തുന്നു എന്ന് ഓർത്തു വെക്കുക. കൈകൾ കഴുകുമ്പോൾ കുറഞ്ഞത് എത്ര സെക്കൻഡ് സോപ്പിട്ട് തിരുമണം അല്ലെ, അതും ഒരു ചോദ്യമാണ്. നമ്മുടെ സബ്ജക്ട് ഈ സിലബസിനകത്ത് ഉൾപ്പെടുന്നതാണ്. കൈകൾ കഴുകുമ്പോൾ കുറഞ്ഞത് എത്ര സെക്കൻഡ് സോപ്പിട്ട് തിരുമണം എന്ന് ചോദിച്ചാൽ ആൻസർ ഇത് 20 സെക്കൻഡ് ആണ് കേട്ടോ, 20 സെക്കൻഡ്. പല്ലുകളുടെ ശുചിത്വത്തിന് ദിവസം എത്ര തവണ പല്ല് തേക്കണം എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ നിങ്ങൾക്ക് എല്ലാം അറിയാം, 2 തവണയാണ്. വ്യക്തി ശുചിത്വം പാലിക്കുന്നത് വഴി താഴെ പറയുന്നവയിൽ ഏതാണ് തടയാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ പകർച്ചവ്യാധികളും ഈ പറയുന്ന വായുനാറ്റവും ചർമ്മരോഗങ്ങളും എല്ലാം മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നാൽ ഇവ എല്ലാമാണ്. നഖങ്ങൾ വെട്ടി സൂക്ഷിക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഭംഗിക്ക് വേണ്ടിയോ അതുപോലെ തന്നെ വേഗത്തിൽ ജോലി ചെയ്യാനോ ഇതൊന്നുമല്ല എന്നുള്ളതല്ല ആൻസർ. നമുക്കറിയാം, നഖങ്ങൾ വെട്ടി സൂക്ഷിക്കുന്നത് രോഗാണുക്കൾ പകരുന്നത് തടയാൻ വേണ്ടിയാണ്. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോഴും വായയും മൂക്കും മൂടേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മറ്റുള്ളവരിലേക്ക് രോഗാണുക്കൾ പകരുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. കേരള സ്റ്റേറ്റ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ KCMMF അതിന്റെ പേരാണല്ലോ മിൽമ. ഏത് ബ്രാൻഡ് നാമത്തിലാണ് അറിയപ്പെടുന്നത്? അതാണ് ആൻസർ അല്ലെ. ഏത് ബ്രാൻഡ് നെയിമില്ല? മിൽമ. മിൽമ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം സ്വീകരിച്ച വർഷം 1983 മുതലാണ്. KCMMF വന്ന വർഷം 1980 ഓർത്തു വെക്കുക. ഓക്കെ, ഈ പറയുന്ന നന്ദിനി എന്ന് പറയുന്നത് കർണാടകയുടെ ബ്രാൻഡ് നെയിമാണ്. അതുപോലെ തന്നെ ഔവിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന തമിഴ്നാടിന്റെ പാൽ സംസ്കരണ പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് നെയിം ആണെന്ന് ഓർത്തു വെക്കുക. നന്ദിനി കർണാടകയിലെയാണ്, മിൽമ കേരളത്തിന്റെയാണ്, ഔവിൻ തമിഴ്നാട്ടിന്റെയാണ്. തിരുവിതാംകൂർ മേഖലാ സഹകരണ ക്ഷീര വിപണന യൂണിയന്റെ പരിധിയിൽ വരാത്ത ജില്ല ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, തിരുവനന്തപുരവും പത്തനംതിട്ടയും ആലപ്പുഴയും എല്ലാം തിരുവിതാംകൂർ മേഖലാ യൂണിയന്റെ ഭാഗമാണ്. എന്നാൽ കോട്ടയം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമല്ല? ഈ പറയുന്ന തിരുവിതാംകൂർ മേഖലാ യൂണിയന്റെ ഭാഗമല്ല. ഇത് എറണാകുളം മേഖലാ യൂണിയന്റെ ഭാഗമാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, കോട്ടയം ജില്ല എറണാകുളം മേഖലാ യൂണിയന്റെ കീഴിലാണ് വരുന്നത്. തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ഭാഗമായി വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളാണെന്ന് ഓർത്തു വെക്കുക. മിൽമയുടെ ഔദ്യോഗിക ആപ്തവാക്യം താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെ? മിൽമയുടെ ടാഗ് ലൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. മിൽമയുടെ ടാഗ് ലൈൻ അഥവാ ഔദ്യോഗിക ആപ്തവാക്യം എന്താണെന്ന് വെച്ചാൽ
നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കരുതൽ എന്നാണ്. യുവർ ഹെൽത്ത് ഈസ് അവർ കൺസേൺ. വളരെ പ്രധാനപ്പെട്ടതാണ്. മിൽമയുടെ ഔദ്യോഗിക ആപ്തവാക്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കരുതൽ എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കരുതൽ എന്നാണ്. ഈ ആപ്തവാക്യം മിൽമയുടെ ഗുണമേന്മയുടെ പ്രതിബദ്ധതയും ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെയും കരുതലിനെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ടാഗ് ലൈൻ ആണെന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ ക്ഷീരസാരണ സംഘങ്ങൾ പ്രധാനമായും പിന്തുടരുന്ന പ്രവർത്തന മാതൃക ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം കേരളത്തിലെ ക്ഷീരസാരണ സംഘങ്ങൾ ഫോളോ ചെയ്യുന്നത് അമൂൽ മാതൃകയാണ്, അഥവാ ആനന്ദ് പാറ്റേൺ മോഡലാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള ക്ഷീരസാരണ സംഘങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അമൂൽ മാതൃക അഥവാ ആനന്ദ് പാറ്റേൺ മോഡലാണ്. ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്ത് രൂപം കൊണ്ട ത്രിതല സഹകരണ സംവിധാനം അഥവാ 3 ടയർ സ്ട്രക്ചർ ആണ് കേരളത്തിലെ മിൽമയും ഫോളോ ചെയ്യുന്നത്. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ശരീരത്തിൽ വീണ് പൊള്ളലേറ്റാൽ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ ഏതാണെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ശരീരത്തിൽ വീണ് പൊള്ളലേറ്റാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. ഓക്കെ, ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. രാസവസ്തുക്കളുടെ തീവ്രത കുറയ്ക്കാനും അവ കോശങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാനും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് സഹായിക്കും. ഒരു ഔദ്യോഗിക കത്തിൽ കത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു ഔദ്യോഗിക കത്തിൽ, ഒരു ഫോർമൽ ലെറ്ററിൽ ഉള്ളടക്കം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ സംബോധനയോ ഉപസംഹാരമോ ഒന്നും തന്നെയല്ല. ഏതാണ്? വിഷയമാണ്, സബ്ജക്റ്റ് ആണ്. ഒരു ഫോർമൽ ലെറ്ററിൽ, ഔദ്യോഗിക ലെറ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സബ്ജക്റ്റ് അഥവാ വിഷയം എന്ന് പറയുന്നത്. ഔദ്യോഗിക കത്തുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ശരിയായ സംബോധന രീതി ഏതാണെന്നാണ് ചോദ്യം. സല്യൂട്ടേഷൻ. ഈ പറയുന്ന ഒഫീഷ്യൽ അഥവാ ഫോർമൽ ലെറ്ററിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സല്യൂട്ടേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? സർ അല്ലെങ്കിൽ മാഡം എന്നാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഔദ്യോഗിക കത്ത് ആവശ്യങ്ങൾക്കായി എഴുതുന്ന കത്തുകളിൽ ഒഴിവാക്കേണ്ടത് എന്താണ്? ഒഴിവാക്കേണ്ടത് എന്താണെന്നാണ്. വ്യക്തത ഒഴിവാക്കേണ്ടതാണോ? വ്യക്തത അവിടെ ആവശ്യമാണ്. ഔദ്യോഗിക പദങ്ങൾ അവിടെ ആവശ്യമാണ്, അല്ലെ? തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇതിൽ ഒഴിവാക്കേണ്ടത് ഏതാണ്? അനാവശ്യ വൈകാരിക പ്രകടനങ്ങൾ ഇത്തരത്തിലുള്ള ഔദ്യോഗിക കത്തുകളിൽ ആവശ്യമില്ല. കത്തിനൊപ്പം മറ്റ് രേഖകൾ കൂടി വെക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് എൻക്ലോഷർ ആണ്. ഓക്കെ, ആൻസർ എൻക്ലോഷർ എന്നാണ്. കത്തിനൊപ്പം മറ്റ് രേഖകൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എൻക്ലോഷർ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചു പോകാം. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്ന് വെച്ചാൽ 1.028 മുതൽ 1.032 വരെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ് നമ്മൾ പഠിച്ചതാണ്? കസീൻ ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കസീൻ ആണ്. അതുപോലെ തന്നെ ലാക്ടോമീറ്റർ റീഡിംഗ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാലിന്റെ ശുദ്ധി അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. പാലിന്റെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. പഠിച്ചു വെച്ചോണേ. പാലിന്റെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്ഷീര ഉൽപാദനം അഥവാ വൈറ്റ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ലോഹം നമ്മൾ പഠിച്ചതാണ് ഇരുമ്പാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ നമ്മൾ പഠിച്ച ഏതാണ്? വിറ്റാമിൻ സി ആണ്. അതുപോലെ തന്നെ SNF എന്നതിന്റെ പൂർണ്ണരൂപം പഠിച്ചതാണ് സോളിഡ് നോട്ട് ഫാറ്റ് എന്നാണ്. പശുവിന്റെ പാലിന് മഞ്ഞ നിറത്തിന് കാരണം കരോട്ടിൻ ആണെന്ന് ഓർത്തു വെക്കുക. പാലിലെ ബാക്ടീരിയകളുടെ എണ്ണം അറിയാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് MBRT ടെസ്റ്റ് അഥവാ മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, പാല് തൈരായി മാറാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്ന് വെച്ചാൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. പാലിൽ നിന്ന് ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ക്രീം സെപ്പറേറ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പാലിൽ നിന്ന് ക്രീം വേർതിരിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ക്രീം സെപ്പറേറ്റർ ആണ്. പാൽപ്പാട കെട്ടാതിരിക്കാൻ കൊഴുപ്പ് തരികളെ ഉടയ്ക്കുന്ന പ്രക്രിയ ഏത് ഉപകരണം വഴിയാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഹോമോജനൈസർ ഉപയോഗിച്ചാണ് നടത്തുന്നത്. ഓർത്തു വെച്ചോണം. പാൽപ്പാട കെട്ടാതിരിക്കാൻ കൊഴുപ്പ് തരികളെ ഉടയ്ക്കുന്ന പ്രക്രിയ ഏത് ഉപകരണം ഉപയോഗിച്ചാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഹോമോജനൈസർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ഓക്കെ, ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേര് ഹോമോജനൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വലിയ അളവിൽ പാൽ സംഭരിക്കുന്നു വെക്കുന്ന ഇൻസുലേറ്റഡ് ടാങ്കുകളെ അറിയപ്പെടുന്ന പേര് മിൽക്ക്
സൈലോസ് എന്നാണ്. ഓക്കെ, ഓർത്തു വെച്ചോണം. വലിയ അളവിൽ പാൽ സംഭരിച്ചു വെക്കുന്ന ഇൻസുലേറ്റഡ് ടാങ്കുകൾ അറിയപ്പെടുന്ന പേര് മിൽക്ക് സൈലോസ് എന്നാണ്. പാസ്ചറൈസേഷന് ശേഷം പാൽ ഉടൻ തന്നെ എത്ര ഡിഗ്രിയിലേക്കാണ് തണുപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ തന്നെ CIP-യുടെ ഫുൾ ഫോം എന്താണ്? ക്ലീനിങ് ഇൻ പ്ലേസ് എന്നാണ്. ഓക്കെ, CIP-യുടെ പൂർണ്ണരൂപം ക്ലീനിങ് ഇൻ പ്ലേസ് എന്നാണ്. യന്ത്രങ്ങൾ അഴിക്കാതെ തന്നെ വൃത്തിയാക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ക്ലീനിങ് ഇൻ പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാന്റിൽ വരുന്ന പാൽ കാനുകൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ക്യാൻ വാഷർ ആണ്. ഓക്കെ, ഓർത്തു വെച്ചോണം. പ്ലാന്റിൽ വരുന്ന പാൽ പാത്രങ്ങൾ അഥവാ പാൽ കാനുകൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ക്യാൻ വാഷർ ആണ്. പാലിലെ സെഡിമെന്റുകൾ അഴുക്കുകളും നീക്കം ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേര് ക്ലാരിഫിക്കേഷൻ എന്നാണ്. ഓർത്തു വെച്ചോണം. പാലിലെ സെഡിമെന്റുകളും അഴുക്കുകളും നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ക്ലാരിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാല് തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങളെ വിളിക്കുന്ന പേര് വെയ് ബോൾ എന്നാണ്. ഓർത്തു വെച്ചോണം. പാൽ തൂക്കി നോക്കാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങളെ വിളിക്കുന്ന പേര് വെയ് ബോൾ എന്നാണ്. പാലിന്റെ ഫാറ്റ് അളക്കാൻ ലാബിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണെന്ന് വെച്ചാൽ മിൽക്കോ ടെസ്റ്റർ ആണ്, അല്ലെങ്കിൽ മിൽക്കോ അനലൈസർ ആണ്. ഓർത്തു വെച്ചോണം. പാലിന്റെ ഫാറ്റ് അളക്കാൻ ലാബിൽ ഉപയോഗിക്കുന്ന മെഷീനാണ് മിൽക്ക് ടെസ്റ്റർ അഥവാ മിൽക്ക് അനലൈസർ. പാലിന്റെ ബാക്ടീരിയ വിമുക്തമാക്കാൻ പ്രധാന പ്രക്രിയ ഏതാണെന്ന് വെച്ചാൽ പാസ്ചറൈസേഷൻ. ഓർത്തു വെച്ചോണം. പാലിലെ ബാക്ടീരിയ വിമുക്തമാക്കാൻ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സിലബസിലുള്ള എല്ലാ ഏരിയകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, താങ്ക് യു.